നമസ്കാരം. നമ്മൾ ഒരുപാട് തരത്തിലുള്ള കച്ചവടങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പണം കൊടുത്ത് പണം വാങ്ങുന്ന രീതി എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ കാണുക ഇന്ന് കിഴക്കേക്കോട്ടയിലാണ്. ചേട്ടാ, വ്യത്യസ്തമായിട്ടുള്ള ഒരു കച്ചവടം, ഒരുപാട് പണം നിരത്തി വെച്ചിരിക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവം? പേര് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. എന്റെ പേര് നിസാർ. ഞാൻ ഒരു 10-15 വർഷം കൊണ്ട് ഈ കച്ചവടം തുടങ്ങുകയാണ്. ഇതിന്റെ പ്രധാനമായ ഉദ്ദേശം എന്ന് വെച്ചാൽ നാണയ ശേഖരണക്കാരുമായി ബന്ധപ്പെട്ടുള്ള നാണയങ്ങളാണ്. കാരണം ഇവിടെ പ്രോജക്റ്റ് തയ്യാറാക്കാനും അധ്യാപകർ, വിദ്യാർത്ഥികൾ, ഇങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വന്ന് വാങ്ങും. നാണയ ശേഖരണമുള്ളവർ വരും. വിദേശ നാണയങ്ങളുണ്ട്, പിന്നെ ഇന്ത്യൻ നാണയങ്ങളുണ്ട്, ഇന്ത്യയുടെ പഴയ നാണയങ്ങളുണ്ട്, ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലഘട്ടത്തിലുള്ള നാണയങ്ങളുണ്ട്, തിരുവിതാംകൂറിന്റെ നാണയങ്ങളുണ്ട്, പിന്നെ സ്റ്റാമ്പുകളുണ്ട്, പോസ്റ്റൽ സ്റ്റാമ്പുകൾ, ഇന്ത്യൻ സ്റ്റാമ്പുണ്ട്, വിദേശ സ്റ്റാമ്പുകളുണ്ട്, പിന്നെ വിദേശ നാണയങ്ങളുണ്ട്. ഇതെല്ലാം സാധാരണ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് കാണണമെങ്കിൽ കാണുകയും ചെയ്യാം. നമുക്കെല്ലാം വിരോധമൊന്നുമില്ല. പഴയ നാണയങ്ങൾ കാണണമെങ്കിൽ കാണാം. അതിൽ നമ്മളെ ഒന്നും ഒരു പ്രതിഫലവും വാങ്ങുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് വാങ്ങുകയും ചെയ്യാം. എങ്ങനെയാണ് ഇതിന്റെ ഒരു സിസ്റ്റം? എങ്ങനെയാണ്? പണം കൊടുത്ത് പണം വാങ്ങൽ തന്നെയാണ്? പണം കൊടുത്ത് പണം വാങ്ങിക്കുക തന്നെ. അപ്പൊ എങ്ങനെയാണ് പഴയ പുതിയ പണം കൊടുത്ത് പഴയ പണം വാങ്ങിക്കുന്നു, അത്രേ ഉള്ളൂ. പണ്ടത്തെ ഒരു ബട്ടർ സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അത് ബാൾട്ടിക് സമ്പ്രദായം പോലെ. അത് ഒരു സാധനം കൊടുത്ത് മറ്റു സാധനം വാങ്ങിക്കുന്നു. ഇതങ്ങനെയല്ല, പുതിയ പണം കൊടുത്ത് പഴയ പണം വാങ്ങിക്കുന്നു. ഈ പണത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ ഇത് എങ്ങനെയാണ് ഈടാക്കുന്നത്? അപ്പോ ഇതിലൊക്കെ 1 പൈസ, 2 പൈസ, 5 പൈസ, 10 പൈസ ഇങ്ങനെയുള്ള നാണയങ്ങളൊക്കെ ഉണ്ട്. എത്ര രൂപ മേടിക്കും നമ്മള്? അതിന് 5 രൂപ, 10 രൂപ. ഒരു നാണയത്തിന് 5 രൂപ. 5 രൂപ, 10 രൂപ. ഇപ്പൊ ഏത് ഒരു പണം എടുക്കുവാണെങ്കിലും 5 രൂപയാണ്? അല്ലല്ല, 5 രൂപ, 10 രൂപ, 20 രൂപ ഇങ്ങനെയുണ്ട്. പിന്നെ ഈ നാണയങ്ങൾക്കെല്ലാം 50 രൂപ ആ റേഞ്ച് വരും. പിന്നെ ഇതൊക്കെ വിദേശ നാണയങ്ങളാണ്. വിദേശ നാണയങ്ങൾക്ക് പല റേഞ്ചിലുള്ള നാണയങ്ങളുണ്ട്. 10 രൂപ മുതൽ 10 ഒരു രാജ്യം റയർ, അതെ, റയർ ഏഷ്യയിൽ വരുന്ന രാജ്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ വില കുറയും. പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്കാണെങ്കിൽ കുറച്ച് കൂടും. ആഫ്രിക്കൻ രാജ്യങ്ങൾക്കാണെങ്കിൽ അതിനേക്കാൾ കൂടും. കരീബിയൻ രാജ്യങ്ങൾക്കാണെങ്കിൽ അതിനേക്കാൾ കൂടും. ഇതിപ്പോ ചേട്ടൻ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത്? ഇങ്ങനെ ഒരു ഐഡിയ എവിടെ നിന്ന്? പഠിക്കുന്ന കാലത്ത് ഇതൊരു ഹോബിയായിരുന്നു. അപ്പൊ അത് എനിക്ക് വേറെ പ്രൊഫഷൻ ഉണ്ട്. ഞാൻ കുക്കാണ്. അപ്പൊ എനിക്ക് ഈ ഹോട്ടൽ ഫീൽഡ് ആയിരുന്നു കൂടുതൽ. പിന്നെ ഒരു സാഹചര്യം വന്നപ്പോ ഞാൻ പിന്നെ ഇതിനെ ഒരു പ്രൊഫഷണലാക്കി മാറ്റാം എന്ന് ചിന്തിച്ചു. അത് സക്സസ് ആയി. അതായത് ഹോബി ആണ് ബിസിനസ്സിലെത്തിയത്. എത്ര കാലം കൊണ്ടായി ഇത്രയും രൂപകൾ കളക്ട് ചെയ്തിട്ടുണ്ടാവും ഏകദേശം? ഇത് ഇങ്ങനല്ലേ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ എനിക്കാണെങ്കിൽ 50 വർഷത്തിന് മുകളിലുള്ള കളക്ഷൻസ് ഉണ്ട്. പിന്നെ ആ കളക്ഷന് പിന്നെ ഞാൻ ഇതിനെ ഒരു പ്രൊഫഷണലാക്കിയവരാണ് കൂടുതൽ ആൾക്കാർ വന്നത് ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ തന്നെ ഒരു 15 വർഷത്തോളം ആയി ഇവിടെ വന്നിട്ട്. പിന്നെ ഒരു കസ്റ്റമേഴ്സൊക്കെ ഒരുപാട് കസ്റ്റമറുകളുണ്ട്. അവർ വരും, വാങ്ങും, ചിലർ കൊണ്ടുവരും, ഇങ്ങനെയൊക്കെ ഉണ്ട്. അതെ, അല്ല, അതിനെ കുറിച്ച് ഇപ്പോൾ നാണയം ഒരാൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കും. ആ നാണയം നിർമ്മിച്ച, അതായത് ഇന്ത്യക്ക് 4 നാണയ കമ്മട്ടങ്ങളുണ്ട്. ബോംബെ, ഹൈദരാബാദ്, നോയിഡ, പിന്നെ കൽക്കട്ട. ഇതിനൊക്കെ മിന്റ് മാർക്കുകളും ഉണ്ട്. ഇപ്പൊ ഒരു നാണയം അടിക്കുകയാണെങ്കിൽ ആ നാണയം എവിടെ അടിച്ചു എന്നുള്ളതിന് ഒരു മിന്റ് മാർക്ക് ഇയറിന്റെ താഴെ ഉണ്ട്. ഒരു ഡയമണ്ട് ആണ് വരുന്നതെങ്കിൽ ബോംബെയിൽ അടിച്ചാണ്. അതല്ല സ്റ്റാർ ആണ് വരുന്നതെങ്കിൽ ഹൈദരാബാദിൽ അടിച്ചാണ്. ഒരു റൗണ്ടും അതിനകത്ത് ഒരു ഡോട്ടും വരികയാണെങ്കിൽ അത് നോയിഡ മിന്റാണ്. കൽക്കട്ട നോ മാർക്ക്. അതായത് ചേട്ടൻ പറയുന്നത് ഈ കാണുന്ന നാണയത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എടുത്തു കൊടുക്കുവാണെങ്കിൽ അതിന്റെ ഹിസ്റ്ററി വരെ പുള്ളി പറഞ്ഞു തരുന്നതാണ്. ഞാൻ ഒരു നാണയം ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഏത് വേണേലും എടുക്കാലോ? ഏത് വേണമെങ്കിലും എടുക്കാലോ. എടുത്തു, നമ്മുടെതല്ല എന്ന് മനസ്സിലായി. എന്താണ് ഇതിന്റെ ഒരു? ഇത് കുവൈറ്റിന്റെ ഒരു നാണയമാണ്. കുവൈറ്റ് അവിടുത്തെ പിന്നെ 50 ഫിൽസ് ആണ്. 50 ഫിൽസ് എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു കുവൈറ്റ് ദിനാറിന്റെ, അത് നമ്മുടെ ഇന്ത്യയിൽ കണക്കൂട്ടി നോക്കിയാൽ 50 പൈസയായിട്ട് വരുള്ളത്. പക്ഷെ ഇത് മണി വാല്യൂ ഉള്ള ഒരു രാജ്യമാണ്. 308 രൂപയോളം ഒരു ദിനാറിന് വിലയുണ്ട് കുവൈറ്റിന്. അപ്പൊ ഇത് വില കൊടുപ്പുള്ള നാണയമാണ്. അപ്പൊ ഇത് എത്ര രൂപയ്ക്ക്? ഒരു 15 രൂപ റേഞ്ചിൽ വരും. പക്ഷെ നമ്മൾ കൊടുക്കുന്ന 10 രൂപയ്ക്ക്. ഇനി വേറെ ഒരു നമ്മളെ ഇന്ത്യനെ തന്നെ ഒരു നാണയം എടുത്തു നോക്കാം. ഞാൻ ഇതൊന്നും എടുത്ത് കാണിച്ചു തരാം. വേണ്ടേ? ഓ, ഇത് ഏ ചാനലാണോ? 1 രൂപ. 1 രൂപ. ഇത് നമ്മള് കുറച്ച് നേരത്തെ എടുത്തു. ഇതെന്താ സംഭവം? ഇത് നമ്മുടെ തന്നെയാണോ? ഒരു മിനിറ്റ്. ഇത് ഓട്ടക്കാലണ എന്ന് പറയും. ഓട്ടക്കാലണ എന്ന് പറയും.
ഇതെന്ന് വെച്ചാൽ ഇതാണോ ബ്രിട്ടീഷുകാർ ഇവിടെ ഇറക്കിയതാണ്. 43, 44, 45, 47 ഇത്രയും വർഷങ്ങളിൽ ഇറക്കിയിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ ഒരു ചരിത്രം കൂടെ ഉണ്ട്. സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോകമായി നടക്കുന്ന സമയത്ത് ചെമ്പിന് ഷോട്ട് വന്നപ്പോ നാണയത്തില് ഹോളിട്ടടിച്ചു മെറ്റൽ ലാഭിക്കാൻ വേണ്ടി. ഓ, അങ്ങനെയാണ് ഈ ഹോള് വന്നത്. ഈ കാലണ കയ്യിലില്ലാന്നുള്ള കാലണെന്ന് പറഞ്ഞാൽ ഇത് തന്നെ, ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഇതൊക്കെ കേട്ടിട്ടുണ്ട്, ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതാണ്. പിന്നെ ഇത് ഒരെണ്ണം ഒരെണ്ണം ഇതൊക്കെ നമ്മുടെ നാട്ടില് പ്രചാരത്തിലുണ്ടായിരുന്ന, ബ്രിട്ടീഷ് പീരീഡിൽ ഉണ്ടായിരുന്നതാണ്. ഇതൊക്കെ പണ്ടത്തെ കാലത്ത് ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന ഒരെണ്ണ. ഇതാ ഞാനൊരു കോയിൻ എടുത്തു. ഇതിലെ ഒരു 10 എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് എന്താ സംഭവം? ഇത് എത്ര രൂപയാണ്? ഇത് മലേഷ്യയുടെ നാണയമാണ്. 10 പൈസയാണ്. ഇവിടുത്തെ 10 പൈസ. 10 പൈസ മലേഷ്യയുടെ. മലേഷ്യ എന്ന് വെച്ചാൽ റിംഗീറ്റ് എന്നാണ് അവിടെ നാണയത്തിന്റെ പേര്. റിംഗീറ്റ്. പക്ഷെ ആ നാണയത്തിന് ഇവിടെ ഇന്ത്യയിൽ ഈ പണികളുടെ എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ട്. ഇതിന്റെ ബാക്കിൽ എന്തോ ഒരു സിംബൽ. അത് അവരുടെ ദേശീയ ചിഹ്നം, ആ രാജ്യത്തിന്റെ മലേഷ്യയുടെ. ഒരു സെക്കൻഡ്. ഇത് എങ്ങനെയാണ് ചേട്ടന് ഈ ഒരു ഇഷ്ടം വന്നു തുടങ്ങിയത്? ഇഷ്ടം വന്നു വെച്ചാൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ നാണയ ശേഖരണം അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ പോലെ വിപുലമായ നാണയങ്ങൾ കിട്ടുന്ന ഒരു സാഹചര്യം അന്നില്ലായിരുന്നു. അപ്പൊ അന്ന് മാത്രമല്ല ഗൾഫ് രാജ്യങ്ങൾക്കൊന്നും അന്ന് നാണയങ്ങളില്ല. പിന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കി ഒരു 10-15 രാജ്യങ്ങളൊക്കെ ഒപ്പിച്ചു. പിന്നെ അതിനെ മേൽക്കൊണ്ട് അത് 233 രാജ്യങ്ങളുണ്ട്. അതിൽ 199 എണ്ണം UN അംഗീകരിച്ചത്, 16 ടെറിട്ടറിയൽ കൺട്രീസ് എന്ന് പറയാം. അതായത് ഒരു ആശ്രിത രാജ്യങ്ങൾ, ഒരു രാജ്യത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മറ്റു രാജ്യത്തിന്റെ നാണയങ്ങൾ. പിന്നെ UN അംഗീകരിക്കാത്ത നാണയങ്ങളുണ്ട്, അത് 17 എണ്ണം. അങ്ങനെ 235 നാണയങ്ങൾ വേൾഡിലുണ്ട്. അപ്പൊ ഇതിപ്പോ വിൽക്കാൻ നിൽക്കുന്ന ചേട്ടന്റെ എക്സ്പീരിയൻസ് 50 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. 50 വർഷത്തിൽ കൂടുതലുള്ള എക്സ്പീരിയൻസ് ഒക്കെയാണ് പറയുന്നത്. പക്ഷെ ഇവിടെ കാണാൻ നിൽക്കുന്ന അല്ലെങ്കിൽ മേടിക്കാൻ വന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ചേട്ടാ, ഇത് കണ്ട് കൗതുകത്തിൽ വന്നതാണോ? അല്ല, ഇദ്ദേഹം എനിക്ക് കൊണ്ട് തരാൻ വന്നതാണ്. വാങ്ങിക്കാൻ വന്ന ആള് തന്നിരിക്കുന്നു, ഞാൻ കൊടുക്കാൻ വേണ്ടി വന്നു. അപ്പൊ അങ്കിളിന് എവിടെന്നാണ് ഇങ്ങനെ നാണയങ്ങൾ കിട്ടുന്നത്? കുറെ കളക്ഷൻ ഞാൻ ചെറുപ്പത്തിലുണ്ടായിരുന്നു. എല്ലാം ഞാൻ ഫുള്ളായിട്ട് കൊടുത്തിട്ടില്ല. ഞാനെല്ലാം ഓരോ ഇത് സ്പെയറിന് വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. എക്സ്ട്രാ വെറുതെ വേണ്ട, ഇവർക്ക് ഇങ്ങനെ സെയിൽ ചെയ്യാണെങ്കിൽ പോട്ടെ എന്നോട്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു കളക്ഷൻ ഒരു ഇഷ്ടം വരുന്നത്? കളക്ഷൻ എങ്ങനെ വരും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഞാൻ പണ്ട് മുതൽ ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇത് വേറെ ആർക്കെങ്കിലും ഒരു ഉപകാരമാണെങ്കിൽ ഞാൻ വീട്ടിനകത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം കൊടുക്കുകയാണെങ്കിൽ ചേട്ടൻ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒരാൾ വാങ്ങിക്കുന്നത് പോകുന്നു, ഞാൻ റോളാവുമല്ലോ. വീട്ടിനകത്ത് ഞാൻ പെട്ടിക്കകത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ എങ്കിലും എല്ലാം ഞാൻ സ്പെയർ ഒരു സെറ്റ് വെച്ചിട്ട് ഞാൻ കൊടുത്തു. എക്സ്ട്രാ ഉള്ളത് ഞാൻ കൊടുത്തു. ചേട്ടാ, ഇത് കണ്ട് കൗതുകത്തിൽ വന്നതാണോ അല്ലെങ്കിൽ തിരഞ്ഞുപിടിച്ച് വന്നതാണോ? അല്ലോ, ഞാൻ 78 മുതൽ ഇത് കളക്ഷൻ തുടങ്ങിയ SSLC പഠിക്കുന്ന കാലഘട്ടത്തില് വീട്ടില് അച്ഛൻ എനിക്ക് 1121 ഒരു ₹1 ഉണ്ടായിട്ടുണ്ട്. അത് തന്നു എൻ്റെ കയ്യിൽ. മാത്രമല്ല, ഇങ്ങനെ സ്കൂളിൽ പോകുന്നത് കഴിയുമ്പോൾ എന്തെങ്കിലും വാങ്ങുന്നതിന് വേണ്ടി മിഠായി മറ്റുമൊക്കെ വാങ്ങുന്നതിന് വേണ്ടി 5 പൈസ 2 പൈസ വെച്ച് തരും. പക്ഷെ എനിക്കത് ചെലവഴിക്കാൻ ഒരു മടിയായിരുന്നു. അതുകൊണ്ട് കൂട്ടി കുടുക്കയിലെന്ന് പറഞ്ഞ ആ സംവിധാനത്തിൽ ഇട്ടുകൊണ്ടിരുന്നു. അത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതിൽ പണം കിട്ടിയിട്ടുണ്ട്. പിന്നെ തിരുവിതാംകൂറിൻ്റെ ഒരു പണം കിട്ടിയിട്ടുണ്ട്, ഒരു കാശ് കിട്ടിയിട്ടുണ്ട്, ചക്കരമുണ്ട്. അന്ന് അച്ഛൻ വീട്ടിലെ കാശുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് എനിക്ക് വെളിയിൽ സ്കൂളിൽ പഠിച്ചിട്ട് തിരുവനന്തപുരം GPO, പഴയ GPO പുളിമൂട് ഉണ്ടായിരുന്നു. അവിടെ സ്റ്റാമ്പാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഹോബി. ഇന്ത്യയിൽ ഇന്ന് മുതൽ 47 മുതൽ ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ള ഒരു 10 ഫസ്റ്റ് ഡേ കവർ വെച്ച് വായിക്കുള്ള എല്ലാ കവറുകളും എൻ്റെ കയ്യിലുണ്ട് കളക്ഷൻ. അതിന് പുറമെ തന്നെ ഈ സ്റ്റാമ്പിൽ തന്നെ ഡിഫറൻസ് ആയിട്ട് വരുന്നത്, പിന്നെ എറർ വന്നിട്ടുള്ള ഇതെങ്ങനെ മൊത്തം ഞാൻ കളക്ട് ചെയ്തത്. ആ കൂട്ടത്തിൽ കൂടിയാണ് കോയിൻസും കൂടി കളക്ട് ചെയ്യുന്നത്. കോയിൻസ് കളക്ട് ചെയ്യുന്നത് വെച്ചാൽ ഇന്ത്യൻ കോയിൻസും മറ്റുമെല്ലാം കളക്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴും ഇവിടെ വന്നിട്ട് തുടങ്ങി. അതിന് മുമ്പേ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ നാണയങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് കളക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ പിന്നെ പുത്തൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ളതും തിരുവിതാംകൂറിന്റെ തന്നെ പഴയ ഗോൾഡ് കോയിനുകളും, അനന്തശയനം, കാളിപ്പണം, വീരരായം പണം, പിന്നെ കൊച്ചിൻ പുത്തൻ, ഇങ്ങനെ ആയിട്ടുള്ളത് അലിരാജയുടെ കോയിൻ, ഇങ്ങനെയുള്ള കളക്ട് ചെയ്ത് അതൊരു പ്രമോട്ട് ഇരിക്കുന്നുണ്ട്. മാത്രമല്ല
അത് ഒരിക്കലും എനിക്കത് വച്ച് നിർത്താൻ തോന്നുന്നില്ല. കാരണം ഇത് മുഴിപ്പിക്കാനേ തോന്നുള്ളൂ. എന്നിട്ടും ഒരിടത്തും നമ്മൾ ആയിട്ടില്ല. കാര്യം ഓരോ രാജ്യങ്ങൾ കാണുമ്പോൾ അതിൻ്റെ കാറ്റലോഗുകളും പലവരിൽ നിന്നുള്ള അറിവുകളും കിട്ടുമ്പോൾ വീണ്ടും വീണ്ടും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എനിക്ക്. പിന്നെ ഇവിടെ വരുമ്പോൾ ദിവസം ഇവിടെ വന്നിരുന്നാൽ ഇപ്പോൾ റിട്ടയർമെന്റ് ആയി. ഞാൻ യൂണിവേഴ്സിറ്റിയിലാണ് ജോലിയായിരുന്നു. റിട്ടയർ ചെയ്തതിന് ശേഷം ഇവിടെ അമ്പലത്തിൽ വരുന്ന കൂട്ടത്തിൽ പുള്ളിയായിട്ട് കണ്ട് പുള്ളിയിൽ നിന്ന് ഞങ്ങൾ സംസാരിക്കാം. പുതിയ പുതിയ കോയിനെ പറ്റിയുള്ള ഒരുപാട് വിവരങ്ങൾ തിരക്കുകയും പുതിയ കൂട്ടുകാർ വരുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരെ ഇതേപോലെ കൊണ്ടുവരികയാണെങ്കിൽ നല്ലതുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് എന്റെ കളക്ഷൻ വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. തമാശക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം, ഇങ്ങനെയുണ്ടോ പണക്കൊതിയന്മാരെന്ന്. അതായത് അതെ, ഇത്രയും വലിയൊരു കളക്ഷൻ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. പണ്ടൊക്കെ എനിക്കും ഉണ്ടായിരുന്നു ഈ കളക്ഷൻ. കുറച്ചൊക്കെ തൊട്ട് എന്റെ കയ്യിലുണ്ട്, പക്ഷെ ഇത്രത്തോളം ഒന്നും എന്തായാലും വരൂല. എന്തായാലും വളരെ സന്തോഷം. ഈ സംരംഭത്തിൽ ഇറങ്ങിയത് മതിയാ, നമുക്ക് ഒന്നും തെരഞ്ഞെടുക്കാൻ പറ്റില്ല. ഒരുപാട് അടിത്തട്ടിൽ ഒരുപാട് ഒളിഞ്ഞു കിടക്കുകയാണ്. അതിനെ തെരഞ്ഞെടുത്ത് ഒരു ഓർഡർ ബേസിൽ കൊണ്ടുവരുന്നതാണ് ഈ ഹോബിയുടെ ഏറ്റവും വലിയ ഇത്. പിന്നെ ഇതിൽ വന്നാൽ മറ്റുള്ള അനാവശ്യമായിട്ടുള്ള ചെലവുകളോ മറ്റേതൊന്നും നമുക്ക് ചിലവില്ല. മാത്രമല്ല ലോകത്തുള്ള രാജ്യങ്ങളെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ഈ ഒരു നാണയത്തിൽ നിന്ന് നമുക്ക് കിട്ടും. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ നമ്മൾ മലേഷ്യൻ നാണയം എന്ന് പറയുന്നേ ഉള്ളൂ. അത് എടുക്കുമ്പോൾ ആ നാണയത്തിന്റെ പേര്, ഇന്ത്യൻ നാണയമായിട്ടുള്ള വിലയിൽ വരുന്ന താരതമ്യം, ഇതൊക്കെ അറിയാൻ പറ്റും. പിന്നെ അതിന്റെ ഭൂപടത്തിൽ എവിടെയാണ് അതിന്റെ ലൊക്കേഷൻ എവിടെയായിട്ടാണ് വരുന്നത്, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഓരോ നാണയം എടുക്കുമ്പോൾ അതിൽ തന്നെ 2 നാണയങ്ങളുണ്ട് അതിലെ ടൈപ്പ്. അതായത് സാധാരണ ഇഷ്യൂ ഉണ്ട്, കമ്മമറേറ്റീവ് എന്ന് പറഞ്ഞ, അതായത് സ്പെഷ്യലായിട്ട് നമുക്ക് ഇതിൽ യൂസ് ചെയ്യുന്ന ചില സാധനങ്ങളും ഉണ്ട്. അതായത് മഹാമാരുടെ, ബേഡ്സിൻ്റെത്, ഫിഷിൻ്റെത്, ഈ അവരുടെ ചില പ്രത്യേക വാർഷികത്തിന് വേണ്ടി ഇറക്കണം. ആ നാണയങ്ങൾ കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ വളരെയധികം വില മൂല്യമുള്ളതാണ്. ഇന്ത്യയിൽ തന്നെ ഇപ്പൊ ഇങ്ങനെ ഇറങ്ങി സാധാരണ 1 രൂപയിൽ തന്നെ 1-2 കോയിനുകൾ, 2 രൂപയുടെ ഒരു കോയിനുകൾ എല്ലാം ഇറങ്ങിയിട്ട് ഈ കോയിനെല്ലാം മാർക്കറ്റ് റേറ്റിന്റെ ആയിട്ട് ഫേസ് വാല്യൂന്റെ ആയിട്ട് 10 ഇരട്ടി കൊടുത്തെങ്കിലേ കിട്ടുള്ളൂ. 2000 ഒരു സയൻസ് കോൺഗ്രസ് ഒരു 5 രൂപയുടെ ഒരു കോയിൻ ഇറങ്ങിയിട്ടുണ്ട്. ആ 5 രൂപയാണ് ഫേസ് വാല്യൂ ഗവൺമെന്റ് ഇറക്കിയത്. പക്ഷെ ഇന്നത്തെ വില വന്നിട്ട് 2000 രൂപയിൽ അടുപ്പിച്ച് നിൽക്കുകയാണ്. പക്ഷെ സാധനം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഏറ്റവും കൂടുതൽ പ്രൈസ് കിട്ടാൻ സാധ്യതയുള്ള ഒരു കോയിൻ ഏതാ അങ്ങനെ നോക്കുകയാണെങ്കിൽ? അങ്ങനെയായിട്ട് നമുക്കൊരു പ്രത്യേകിച്ച് അങ്ങനെ ഒരു കോയിനായിട്ട് പറയാൻ പറ്റില്ല. ഈ ഇത്രയും കോയിൻ, ഈ കമ്മമറേറ്റീവ് എന്ന് പറയുന്നത്, പിന്നെ ചില ഇയറിലെ ചില കോയിൻ കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ട്. 1970 1 രൂപ, അതിൽ ഇന്നത്തെ വില എന്ന് പറഞ്ഞാൽ വളരെയധികം കൂടുതലാണ്. അതേപോലെ 1930 ജോർജ് 5 ഒരു കോയിൻ അറിയാം, 1 റുപ്പി. അത് ആനയുടെ ഇതും കൂടിയായിട്ടുള്ള സിക്യൂരിറ്റി എന്ന് പറയും. അതിൽ ഒരു കോയിൻ ഇന്ന് വന്നിട്ട് 75,000 രൂപയുടെ വില. സിൽവർ പീസ് ആണെങ്കിൽ പോലും 12 ഗ്രാം വെയിറ്റ് ഉണ്ടെങ്കിലും ആ നാണയത്തിന് ഇന്നത്തെ വില അതാണ്. ശരി, ഇതൊക്കെ പണ്ടത്തെ കാലത്ത് രാജാക്കന്മാരുടെ, ബ്രിട്ടീഷ് അമ്പലങ്ങളിൽ കയറുന്നതിന് അന്ന് ഒരു ടോക്കൺ സിസ്റ്റം സമ്പ്രദായം ഏർപ്പാടുണ്ടായിരുന്നു. ആ പീരീഡിൽ അടിച്ച കോയിൻ. പക്ഷെ അതിനെ തുടർന്ന് ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ട് ചിലവർ കോയിനുകൾ അടിക്കുന്നുണ്ട്. ഇത് പൂജ കോയിൻസ് എന്നാണ് ഇതിനെ പറയുന്നത്. കാര്യം വീടുകളിൽ തറക്കല്ലിടുന്നതിനോ വീട്ടിനകത്ത് വല്ലം വെച്ച് പൂജിക്കുന്നതിനോ വേണ്ടി ഹിന്ദു ദൈവങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവരിറക്കുന്ന ഉണ്ട്. ഹനുമാനുണ്ട്, ശ്രീരാമനുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്. ഇങ്ങനെ ഇതിന്റെ പൂജാ കോയിൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ഇതിന്റെ ഒറിജിനൽ കോയിനും ഉണ്ട്, പക്ഷെ അതൊന്നും ഇപ്പൊ നമുക്ക് കിട്ടാൻ നിവൃത്തിയില്ല. പഴയ കോയിനുകൾ, ഇതിന്റെ പൂജാ കോയിൻസ് മിനിമം 250, 300, 400 രൂപ വെച്ചാണ് ഇതിന്റെ ഒറിജിനൽ വില. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇപ്പം വാങ്ങുന്നത് ഈ ആസാമിൽ നിന്ന് വരുന്നത്, ബംഗാളിൽ നിന്ന് വരുന്നത്, അവരെ കാളി പൂജയ്ക്കെല്ലാം വേണ്ടിയുള്ള ശ്രീരാമൻ്റെത്, ഹനുമാൻ്റെത് അവർ പേഴ്സിൽ വെക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഈ കോയിനും കൂടി അവർ കളക്ട് ചെയ്യുന്നുണ്ട്. ഇതെന്താ സംഭവം? ഇത് 1 പൈസയുടെ, ഇത് 1 പൈസ, നമ്മുടെ പഴയ പണ്ടത്തെ 1 പൈസ. ഇത് 2 ടൈപ്പ് ഉണ്ട്, കോപ്പറും ഉണ്ട്, ഇത് ബ്രാസും ഉണ്ട്. 1963 ബ്രാസ്. അതിന് മുമ്പേ ഉള്ളത് കോപ്പറാണ്, 57 മുതലുള്ളത്. അതിലും അലുമിനിയത്തിന് 1970 അലുമിനിയത്തിന്റെ 1 പൈസയ്ക്ക് ഇന്നത്തെ വില എന്ന് പറഞ്ഞാൽ 200 രൂപയാണ്. 69 2 പൈസ അലുമിനിയം എന്ന് പറയുന്നത് ഇന്നത്തെ വില 200-250 രൂപയാണ് വില. അതിന് ചില ഇയറിലെ ചില കോയിന് കിട്ടാൻ ബുദ്ധിമുട്ടായതിന്റെ പേരിൽ അതിനൊക്കെ വില കൂടുതലാണ്. ഇത് ന്യൂമിസ്മാറ്റിക് എന്ന് പറയും. ന്യൂമിസ്മാറ്റിക് അതായത് നാണയ ശേഖരണ ശാസ്ത്രം. അത് ഒരു ശാസ്ത്ര ശാഖയാണ്. കാരണം എന്ന് പറഞ്ഞാല് ഒരു നാണയത്തെ കാണുമ്പോൾ ആ നാണയത്തിന്റെ വലിപ്പം, അത് നിർമ്മിച്ചിരിക്കുന്ന ലോകം,
ആ ഭരണാധികാരിയുടെ അപ്പുറത്തുള്ള കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ആ രാജ്യത്തിന്റെ എക്കോണമി, അതായത് സാമ്പത്തിക ശാസ്ത്രം മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം ഗോൾഡിലടിക്കും, പിന്നെ സിൽവറിലടിക്കും, പിന്നെ അതിൽ നിക്കലിലടിക്കും, പിന്നെ കോപ്പറിലടിക്കും, അവസാനം അലൂമിനിയത്തിൽ ഒന്നിക്കും. എന്റെ കയ്യിലുള്ളത് 1 സെന്റ്. ഒരു തന്നെ അമേരിക്കയുടെ 1 സെന്റാണ്. അപ്പൊ ഇതിലൊന്നും ഇയർ 2011. അപ്പൊ അത് എബ്രഹാം ലിങ്കന്റെയാണ്. ഒരു സൈഡിലെ തലയും അത് എബ്രഹാം ലിങ്കനാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ? ഏതെന്നാണ് ഈ കോയിന്റെ 1 സെന്റിന്റെ ഒരു തന്നെ അമേരിക്കയുടെ ഏറ്റവും $1 മുകളിലൊന്നും. പിന്നെ ഞങ്ങൾക്ക് വേറെ ഒരു പേന എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട്, ഫിലാറ്റലിക് ആൻഡ് ന്യൂമിസ്മെറ്റിക് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട് നമുക്ക്. ആ സംഘടനയിൽ നമ്മളെല്ലാം മെമ്പറാണ്. ഞാൻ ലൈഫ് ടൈം മെമ്പറാണ്. അദ്ദേഹവും ആക്കുകയാണ്. അദ്ദേഹത്തിന്റെ മാത്രമല്ല, നാണയത്തിന്റെ പുറമെ അദ്ദേഹം സ്റ്റാമ്പുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയും കൂടെ. ഏത് കാർഡിന് ഏത് കാലഘട്ടത്തിൽ ഇറക്കിയെന്ന് പറഞ്ഞാൽ ബൈഹാർട്ടാണ് ഇവിടെ പറഞ്ഞു തരും. ഇത് ഇയറും റിലീസിംഗ് ഡേറ്റും അത്ര ബൈഹാർട്ടുള്ള വ്യക്തിയാണ്.